ഹായ് ഹലോ എല്ലാവർക്കും വർഷ രഞ്ജുവേറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അവൽ നനച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും നമ്മളുടെ ചാനൽ ഇതൊന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ള അവൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോൾസിൻ്റെ ആണ്. വെള്ള അവൽ, മട്ട അവൽ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. ഒരു തിന്നായിട്ടുള്ള അവലാണെങ്കിൽ കുറച്ചുകൂടി സ്വാദായിരിക്കും. ഇത് തിന്നായിട്ടുള്ള അവലാണ് കേട്ടോ. ഞാനൊരു 3 കപ്പ് അവലിനുള്ള അളവാണ് പറയുന്നത്, 4 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കപ്പ് അവലിന് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ, 1 മുതൽ 1.5 കപ്പ് വരെ തേങ്ങ എടുക്കാം. അപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 മുതൽ 1.5 കപ്പ് തേങ്ങ നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ജാഗ്രി പൗഡറാണ്. അപ്പോൾ ഇങ്ങനെ ജാഗ്രി പൗഡർ നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോൾസിൻ്റെ തന്നെ ജാഗ്രി പൗഡറാണ്. പിന്നീട് നമുക്ക് വേണ്ടത് പാളയംകോടൻ പഴമാണ്. പാളയംകോടൻ പഴം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ചെറിയ ടൈപ്പ് ഏത് പഴമായാലും കുഴപ്പമില്ല, റോബസ്റ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ പാളയംകോടൻ പഴം ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ബൗളിലോട്ട് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണ് ശർക്കരയാണ്. അപ്പോൾ ഞാൻ ½ ടേബിൾ സ്പൂൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂണാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടാണ് കമ്പൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്വല്പം ചൂടുവെള്ളം നമുക്ക് ചേർത്ത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം. സ്വല്പം ചൂടുവെള്ളം മതി കേട്ടോ. അപ്പോൾ ഈ തേങ്ങയും ശർക്കരയും കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ചൂടുവെള്ളം, നന്നായി തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തേങ്ങയും ശർക്കരയും കൂടിയിട്ട് നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അവൽ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലോട്ട് അവൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് തേങ്ങയ്ക്ക് 3 കപ്പ് അവൽ. 1 മുതൽ 1.5 കപ്പ് വരെ തേങ്ങയാവാം, എങ്കിലും 1 കപ്പായാലും പ്രശ്നമില്ല. അപ്പോൾ അതാണ് കറക്റ്റ് അളവാണ് കേട്ടോ. 1 കപ്പ് എന്ന് പറയുന്നത് 3 കപ്പ് അവലിന്. ഇനി നമുക്ക് അവലും തേങ്ങയും കൂടിയിട്ട് നല്ലതുപോലെ കമ്പൈൻ ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവലും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് പഴമാണ്. അപ്പോൾ നമുക്ക് പഴം സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അളവിന് ഒരു 3 ചെറുപഴമാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൈ ഉപയോഗിച്ചിട്ട് പതുക്കെ, പഴമൊന്നും ഉടയാത്ത വിധം പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഈ പഴവും അവലും ശർക്കരയും എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ അവൽ നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആക്കി കൊടുക്കാനും ഒക്കെ നന്നായിരിക്കും. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എങ്കിലും അറിയാത്തവർക്കിത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.